അപ്പോൾ ഗായ്സ് ഏർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പിലേക്കാണ് കേട്ടോ. നമ്മുടെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന് വേണ്ടി വന്നതായിരുന്നു കേട്ടോ ഗായ്സ്. നല്ല അടിപൊളി കടയാണ് കേട്ടോ, വില കുറച്ചൊക്കെ കിട്ടും, പിന്നെ നല്ല ഓഫേഴ്സൊക്കെയാണ്. ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ട് എന്തോരം ആൾക്കാരെ ഗായ്സ്, ആകെ തിക്കും തിരക്കും. ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഞെരങ്ങി അങ്ങോട്ട് നീങ്ങിപ്പോയി കൊട്ടൊക്കെ തന്നിട്ട് ഗായ്സ്. ആ കൊട്ടയും പിടിച്ച് പൊക്കി പിടിച്ചിട്ടാണ് കേട്ടോ ഞാനൊക്കെ പോയത്. പിന്നെ കുറേ സാധനങ്ങളുണ്ട്, കൺഫ്യൂഷൻ ആവട്ടെ ഗായ്സ്. കണ്ടോ, ഇതാണ് അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ. പിന്നെ കുറേ ഓഫേഴ്സൊക്കെ ഉണ്ട് കേട്ടോ ഗായ്സ്. അപ്പം ബാഗ് വാങ്ങിച്ച 3 ബുക്ക് ഫ്രീ, അങ്ങനെയൊക്കെ കുറേ ഓഫേഴ്സൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ കുപ്പി തപ്പിക്കൊണ്ടിരിക്കണ്ട, കുറേ ഉണ്ട്. ഏതെടുക്കണം കൺഫ്യൂഷനാണ് കേട്ടോ. അപ്പം ഞാനും എൻ്റെ അനിയത്തി ഇവിടെ ചർച്ചയിലായിരുന്നു, എന്തെടുക്കണം, നീ ഏതെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അതെ, ജെൻസിനും ലേഡീസിനും പറ്റിയ ബാഗ്സും, പിന്നെ കിഡ്സിന് പറ്റിയ ടോയ്സും സൺഗ്ലാസസും, പിന്നെ ഡ്രസ്സൊക്കെ ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ. ഇതിൻ്റെ മുകളിലത്തെ ഫ്ലോറാണ് കേട്ടോ. പിന്നെ നല്ല കുറേ കൊടകൾ കാണുമ്പോൾ ഒരു നല്ല സുഖം കേട്ടോ ഗൈസ്. പിന്നെ അതേ ഗാർഡനിങ് ചെയ്യാനുള്ള പ്ലാസ്റ്റിക് ഫ്ലവേഴ്സും, പിന്നെ പ്ലാസ്റ്റിക് സ്റ്റൂളും, അങ്ങനെ ബക്കറ്റും, അങ്ങനെ കുറേ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇങ്ങനെ നമുക്ക് അടുക്കളയ്ക്കുള്ളതും വീട്ടിലേക്കുള്ളതും പിന്നെ സ്കൂളിലേക്ക് പർച്ചേസ് ചെയ്യാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. അതേ അപ്പം ഇവിടെ ഒരു ബാഗ് തിരഞ്ഞെടുക്കാനായിരുന്നു. ബാഗുമ്മൊക്കെ നഖം വെച്ച് ഉരച്ച് നോക്കണം അവള്, എന്നിട്ട് നല്ലതാണോ മെറ്റീരിയൽ എന്നൊക്കെ നോക്കാൻ. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഇവിടെ ബുക്ക് തപ്പിക്കൊണ്ടിരിക്കുക, ബുക്ക് എത്ര എണ്ണം വെച്ചെടുക്കണം എന്നൊക്കെ നോക്കിയിട്ട്. അപ്പോൾ അത് എൻ്റെ അനിയത്തി എന്തിനാ ഉള്ളിൽ കയറി പോയെന്നറിയാം, എന്നത്തെ ഞാൻ എൻ്റെ ഉള്ളിലായിരുന്നു ഇട്ട് ഗൈസ്. അവിടെ തിരക്കിൽ അങ്ങനെ എൻ്റെ സാധനങ്ങൾ നോക്കായിരുന്നു. ഇതേ ഗൈസ്, ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഈ ക്യൂട്ട് ലഞ്ച് ബോക്സ് കണ്ടിട്ടാ ഗൈസ്. കണ്ടോ, ഫോർക്കും സ്പൂണും ഒരുമിച്ചുള്ളത്. ഇത് വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ടായി, പക്ഷേ ഓൾറെഡി എന്നിട്ടാ വീട്ടിൽ കഴിഞ്ഞ വർഷം വാങ്ങിച്ച ലഞ്ച് ബോക്സ് ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ വാങ്ങിച്ചതിന് ശേഷം ഉപയോഗിച്ചിട്ടില്ല. ആദ്യം കുറച്ച് ഫുഡൊക്കെ കൊണ്ടുപോയി, പിന്നെ അത് ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് അത് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം അച്ഛൻ പറഞ്ഞ് വേണ്ടെന്നൊക്കെ, അതുകൊണ്ട് ഞങ്ങൾ ലഞ്ച് ബോക്സ് ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ സ്കൂളിൽ നിന്ന് ഫുഡൊക്കെ കിട്ടുമല്ലോ ഗൈസ്, അതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുപോകണില്ല. ഇതേ ഗായ്സ്, പിന്നെ അവളെടുത്ത ബാഗ് ഇതേ, ഞാൻ എടുത്ത ബാഗ് നീലയാണ് കേട്ടോ. എനിക്ക് കൂടുതൽ കള്ളിയുള്ള ബാഗ് നോക്കിയാണ് കേട്ടോ ഞാൻ എടുത്തേക്കണം, കാരണം 6ാം ക്ലാസ്സിൽ കുറേ ബുക്സൊക്കെ ഉണ്ടാവില്ലേ. അതെ, ആ കുപ്പി അവളുടെ ആയിരുന്നു. പിന്നെ 2 കുടയുണ്ട്, അതിലൊരെണ്ണം അവളുടെ, ഒരെണ്ണം എൻ്റെ. അപ്പോൾ ഗായ്സ്, അവൾക്ക് ഈ കുട വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൾ എൻ്റെ പോലത്തെ വലിയവർക്കുള്ള കുട എടുക്കാൻ പോയതായിരുന്നു കേട്ടോ ഗായ്സ്. അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോകട്ടെ ഗായ്സ്. ടാറ്റ ബൈ ബൈ, സീ യു.